ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞു പോകുന്ന ഒരു ഘട്ടം വരാം. ഫിനാൻഷ്യൽ പ്രോബ്ലം, ഫാമിലി പ്രോബ്ലം, ഹെൽത്ത് ഇഷ്യൂ, അങ്ങനെ അങ്ങനെ പല പ്രയാസങ്ങളും. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു ദുആ ഉണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 10-ാമത്തെ ആയത്താണത്. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംറിനാ റഷദാ. അതായത് ആ യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ അവർ ദുആ ചെയ്താണ്, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നീ നേരാവണ്ണം നിർവഹിക്കുവാനുള്ള സൗകര്യം ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണേ. ഈ ആയത്ത് വെറും വാക്കല്ല, നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു കരുത്താണ്. ഈ ദുആയിലൂടെ സമാധാനം കണ്ടെത്താൻ സാധിക്കും. ഇത് തെറ്റായാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം തന്നെ മാറാൻ സാധ്യതയുണ്ട്. അതായത് അതിൻ്റെ മദ്, ഇതാണ്, അക്ഷരങ്ങളിലുള്ള ഉച്ചാരണ രീതി, ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ഓതാൻ. തജ്വീദ് എന്ന് പറയുന്നത് ഖുർആനെ ശരിയായ വഴിയിൽ വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു താക്കോലാണ്. വെറും 30 ദിവസം കൊണ്ട് തജ്വീദിൻ്റെ അടിസ്ഥാനങ്ങൾ, ശരിയായ ഉച്ചാരണം, നിയമങ്ങൾ എല്ലാം പഠിക്കാൻ പറ്റും. റമദാനിന് വെറും 2 മാസം മാത്രമേ ഉള്ളൂ. അപ്പം നിയമങ്ങൾ കൃത്യമായി പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ റമദാൻ ബെറ്ററായി ഓതാൻ നിങ്ങളെ സഹായിക്കും. ജീവിതം മാറാൻ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഒരൊറ്റ ദുആ ശരിയായി വായിക്കുമ്പോഴുള്ള ഒരു കരുണ മാത്രം മതി.